പക്ഷേ ചൂണ്ടിക്കാണിക്കുന്ന ദേശം എബ്രഹാത്തിന് കൊടുക്കണ സമയത്ത് എബ്രഹാത്തിന് 75 വയസ്സുണ്ടല്ലേ, സാറായ്ക്ക് 75 വയസ്സുണ്ട്. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ ചൂണ്ടിക്കാണിക്കുന്ന ദേശം, ദൈവത്തിൻ്റെ വാഗ്ദാനം അത് പാലിക്കാൻ വേണ്ടി എബ്രഹാത്തിന് ആവശ്യമായ ഫെയ്ത്ത് എബ്രഹാത്തിന് കുറവായിരുന്നു. പൗലോസ് അപ്പോസ്തലനാണ് എബ്രഹാത്തിനെ പ്രൊമോട്ട് ചെയ്യണത്. അങ്ങനെയൊക്കെ മാതാവിന് അറിയാൻ പാലാത്തതുകൊണ്ടാണ്, വേറെ കേസ് കെട്ടൊന്നുമില്ല. എബ്രഹാത്തിന് ഫെയ്ത്തിൻ്റെ ഒരു പിതാവാക്കി മാറ്റുന്നത് ആരാണ്? പൗലോസാണ് ശരിക്കും. പക്ഷേ എബ്രഹാത്തിൻ്റെ നമ്മൾ എങ്ങനെ സ്കാൻ ചെയ്ത് നോക്കിയാലും നമുക്ക് ഫുൾ മാർക്ക് കൊടുക്കാൻ പറ്റത്തില്ല. എന്താ കാര്യം? പുള്ളിക്കാരൻ ഇടയ്ക്ക് സാറാച്ചെടുത്തിൻ്റെ വാക്ക് കേട്ടില്ലേ, ഹാഗറിനെ പ്രാപിച്ചു, ഇസ്മയേൽ ജനിച്ചു. അപ്പോൾ ദൈവം കൊടുത്ത വാഗ്ദാനം കഴിഞ്ഞപ്പോൾ 86-ാമത്തെ വയസ്സിലാണ് ഇസ്മയേൽ ജനിക്കുന്നത്. 75 വയസ്സിലാണ് ആ വാഗ്ദാനം കൊടുക്കുന്നത്. ഒരു 75, 10, 85, 1, 11 11 കൊല്ലം ഈ വാഗ്ദാനം കാത്തിരുന്നപ്പോൾ പുള്ളിക്ക് ബോറടിച്ച്. ഇതാണ് പ്രശ്നം. എബ്രഹാത്തിൻ്റെ ഫെയ്ത്തിൽ വന്നിരിക്കുന്നൊരു കുഴപ്പം അതാ. അത് ചില്ലറ കുഴപ്പമല്ല ഉണ്ടാക്കിയത്. അതായത് കഴിഞ്ഞ ദിവസം ഉടമ്പടി ഉഴപ്പാനുള്ള സാധ്യതയുണ്ട്. കാരണം എബ്രഹാത്തിൻ്റെ ഉടമ്പടി എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചു വെച്ചാൽ, എബ്രഹാത്തിൻ്റെ ഉടമ്പടിയിൽ എന്തുകൊണ്ടാണ് 25 വർഷം താമസിച്ചത്? കാലതാമസം വന്നത് എന്താ? അതിന് പ്രോപ്പർ മീഡിയേഷൻ ഇല്ലാഞ്ഞ കൊണ്ടാണ്. പറഞ്ഞ മനസ്സിലായല്ലേ? എബ്രഹാത്തിൻ്റെ ഉടമ്പടിക്ക് പ്രോപ്പർ മീഡിയേഷൻ ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ മീഡിയേഷൻ എന്ന് പറയുന്നത് ഈ ഉടമ്പടിക്ക് മാധ്യസ്ഥം വേണ്ടേ. ഇപ്പം നമ്മൾ എവിടെയെങ്കിലും ഒരു കരാറുണ്ടെങ്കിൽ അതിനൊരു സാക്ഷി ഉണ്ടാകുമല്ല കരാറിന്. ആ സാക്ഷി ഇപ്പോൾ നമ്മൾ ജാമ്യത്തിൽ ഇറക്കുന്ന ആളാണെങ്കിൽ പോലും അയാളുടെ പറ്റിച്ചിട്ട് വെച്ചല്ലേ ഇറക്കണത്. അപ്പോൾ ഈ മധ്യസ്ഥം നിൽക്കുന്ന ആളിൻ്റെ കപ്പാസിറ്റി ഒരു പ്രധാന വിഷയമാണ്. കപ്പാസിറ്റി ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഇപ്പോൾ എന്താ പ്രശ്നത്തിൽ ഈ മധ്യസ്ഥം നിൽക്കുന്ന ആളിന് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഈ സംഭവം പെട്ടെന്ന് നടക്കും കാര്യം അതാണ് മരീൻ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ മോസസിനാണെങ്കിൽ പോലും 40 കൊല്ലം എടുത്തില്ലേ, 4 ദിവസത്തെ ഏർപ്പാടല്ലേ ഉള്ളു, എന്നാൽ 4 മാസം എടുത്തു. പുറപ്പാടിൻ്റെ പുസ്തകത്തിലേ തേരുംപാല് ഒഴുകുന്ന വാഗ്ദാന ദേശം തരാമെന്ന് പറഞ്ഞത് ആരോടാണ്? മോസസിനോട് അല്ലേ? ആകപ്പാടെ ഇവിടെ ഭൂമിക്ക് ചുറ്റും കറങ്ങേണ്ട കാര്യമില്ലേ, നേരെ അങ്ങോട്ട് നടന്ന് പോയാൽ മതി. 4 ദിവസം. ബസ്സിനാണെങ്കിൽ രാവിലെ 10 മണിക്ക് പോയാൽ ഞാൻ 10 മണിക്കാണ് അവിടെ നിന്ന് ഇസ്രയേലിൽ നിന്ന് പോകുന്നത്. ഞാൻ ഈജിപ്തിലെത്തിയപ്പോൾ വൈകുന്നേരം 5 മണി, അത്രേ ഉള്ളൂ സമയം. മരുഭൂമി നേരെ കിടക്കുന്ന റോഡല്ലേ. ആകപ്പാടെ 10, 9, 11 മണിക്കൂർ എടുക്കും. നടക്കാനാണെങ്കിൽ 4 ദിവസം എടുത്തു. ഇത് 40 ദിവസമാണ് മോസസ് എടുത്തത്. അതാണ് പ്രശ്നമായിപ്പോയത്. 40 ദിവസം എടുത്തു കഴിഞ്ഞപ്പോഴെന്ത് ഇതിങ്ങനെ ഉടമ്പടി തന്നിരിക്കുന്ന സംഭവത്തിൽ സമയത്തിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു സംവിധാനം എബ്രഹാത്തിൻ്റെ ഉടമ്പടിയിലില്ല. അതുകൊണ്ടാണ് 25 വർഷം എടുത്തത്. ഒരു ഉടമ്പടിയിലെ സമയബന്ധിതമായിട്ട് സമയത്തെ കൺട്രോൾ ചെയ്യാനുള്ള നിയന്ത്രിക്കപ്പെടേണ്ട ഒരു വിഷയം, എപ്പോഴും നമ്മൾ നിയന്ത്രിക്കപ്പെടേണ്ട ഒരു വിഷയം എന്താണ്? സമയം തന്നെയാണ്. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പല വിഷയത്തിൻ്റെ മേലും തീരുമാനം ഉണ്ടാക്കാമായിരുന്നു. ഇപ്പോൾ കോവിഡിനെതിരെ വാക്സിൻ കണ്ടുപിടിച്ചപ്പോൾ കോവിഡിനെ നിയന്ത്രിക്കാവുന്ന രീതിയിലായിട്ടുണ്ട് ഇപ്പോൾ അല്ലേ? അപ്പം അതുപോലെ ഈ സമയത്തെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഘടകം മോസസിൻ്റെ ഉടമ്പടിയിലില്ല, എബ്രഹാത്തിൻ്റെ ഉടമ്പടിയിലില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അതിന് ഉള്ള ഒരു പെർഫെക്റ്റ് റെസിസ്റ്റബിളായിട്ടുള്ള ഒരു പ്രയർ മീഡിയേഷൻ്റെ സപ്പോർട്ടില്ലാത്ത ഉടമ്പടി. അതുകൊണ്ട് ഇതിങ്ങനെ കാലാതീതമായിട്ട് നീണ്ടുപോകും. എബ്രഹാത്തിൻ്റെ 25 കൊല്ലം എടുത്ത് അങ്ങനെ നീണ്ടുപോയപ്പോൾ കൊണ്ടാണ് സാറാ ചേട്ടത്തിക്ക് പേടിയായത്. നീണ്ടു പോകും തോറും പേടി വരുമല്ലോ. ഇപ്പം നമ്മുടെ ഒരു വസ്തു ജപ്തി നടക്കാൻ പോവുകയാണ്, അത് ഇങ്ങനെ വസ്തു ഇപ്പം ചിലർ വന്നു പറഞ്ഞാൽ അച്ഛാ വസ്തു ജപ്തി ആകാൻ പോണച്ചാ അതൊക്കെ മുമ്പ് ഒന്ന് വിറ്റ് മാറ്റിയാൽ മതിയായിരുന്നു, എന്നാൽ പിന്നെ നമുക്ക് വിൽക്കുകയും ചെയ്യാം, നമുക്ക് വല്ലതും കിട്ടുകയും ചെയ്യും, അല്ലെങ്കിൽ ആ വസ്തു പോവുകയും ചെയ്യും, പിന്നെയും നമ്മളെ കാശ് ബാങ്കിൽ അടക്കേണ്ടിയും വരും. അതാണ് ഇപ്പോൾ സമയത്തിൻ്റെ ഒരു കുഴപ്പമാണത്. അപ്പോൾ ആ സമയത്തെ ചുരുക്കാൻ കഴിഞ്ഞാൽ പല വിഷയങ്ങൾക്കും സമാധാനമാകും. സമയച്ചുരുക്കം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്.
കൃപാസ്ഥാനത്താരെ ജീവനോടെ അമ്മ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് നമ്മുടെ നെഞ്ചിലുണ്ടായിരുന്ന സമയമാണ്, സമയഘടികാരം. അതിൻ്റെ മോഡലപ്പുറത്തുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. സഭ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കണ വരെ അൾത്താറയിൽ അത് സൃഷ്ടിക്കാൻ പറ്റത്തില്ല. അതിനാണ് നമ്മൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലണത്. എന്തിനാണ് ചെല്ലണത്? അമ്മയുടെ പ്രത്യക്ഷീകരണ സഭ പഠിക്കണം. അതിൻ്റെ വിവേചനം അധികാരം ഉപയോഗിച്ചുകൊണ്ട് എന്താണ് സംഭവിച്ചത്. ഇപ്പം ഞാൻ പറയണ പോലെയല്ല, ഞാനെൻ്റെ സാക്ഷിയാണ്. പക്ഷെ സാക്ഷിയല്ലല്ല പ്രധാനപ്പെട്ടത്. ആർക്കും കയറി പറയാമല്ലോ, ഓരോരുത്തർക്ക് എന്നിങ്ങനെ അവിടെ പ്രത്യക്ഷപ്പെട്ട് ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇത് തട്ടിപ്പ് ആൾക്കാരെ കൂട്ടാൻ വേണ്ടിയുള്ള ചുമ്മാ തിരക്കിട പരിപാടി വിടായ്പാണെന്ന് പറയാമല്ലോ, തീർച്ചയായിട്ടും പറയാം. അതുകൊണ്ട് നമ്മൾക്ക് സഭയുണ്ട്. സഭയാണിത്. എന്താണ് സംഭവിച്ചത്, സംഭവിച്ചോ അല്ലെങ്കിൽ സംഭവിച്ചില്ലേ? ഇപ്പം ഇന്ന് ഒരു സാക്ഷ്യം വന്നത്, ഇപ്പം ഈ അതായത് സാക്ഷ്യത്തിൻ്റെ നിലവാരമെല്ലാം നിഷ്പക്ഷമായിട്ട് പരിശോധിച്ചാൽ അമ്മ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതിന് ഒരു 10 തെളിവെങ്കിലും നമുക്ക് കിട്ടും. ഇവിടെ 10,000 സാക്ഷ്യങ്ങളുണ്ടാവും. ചില സാക്ഷ്യങ്ങൾ സാധാരണ സാക്ഷ്യങ്ങൾ എഴുതി തള്ളിക്കോ, സാധാരണ സംഭവിക്കുന്നതാണ്, പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്നതാണെന്ന് വിചാരിച്ച് എഴുതി തള്ളാം. പക്ഷേ ചില സാക്ഷ്യങ്ങൾ മേജറാണ്. മേജർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണത്തിൻ്റെ സ്വഭാവങ്ങൾ കാണിക്കുന്ന ചില വലിയ സാക്ഷ്യങ്ങളുണ്ട്, വൻകാര്യങ്ങൾ. അതിപ്പോൾ ഈ മൈക്കിൾ ജോണിൻ്റെ അതുപോലെ സാക്ഷ്യമാണ്. മൈക്കിൾ ജോണിന് എന്താ സംഭവിച്ചത്? അദ്ദേഹത്തിൻ്റെ കൗണ്ട് കുറഞ്ഞു. അപ്പോൾ അദ്ദേഹം കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് കാർഡിയോളജിസ്റ്റ് 2 പേരുണ്ട്. അയാൾ 2 പേരെയും പോയി ഒരാളെ ഒപ്പീനിയൻ എടുത്ത് 2 ആളെ സെക്കൻഡ് ഒപ്പീനിയന്, അതുപോലെ തന്നെ ആ ഹോസ്പിറ്റലിൽ തന്നെ ആ 2 ഹോസ്പിറ്റൽ മാറിയിട്ട് അവിടുത്തെ മെയിൻ കാർഡിയോളജിസ്റ്റിനെ കാണിച്ചിരിക്കുന്നത്. പറഞ്ഞ് സാറേ ഇത് പ്രശ്നമുള്ളത്, എൻ്റെ കൗണ്ട് ഒരിക്കലും 6 കൊല്ലമായിട്ട് കൂടണില്ല, ഇതിങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഇനി അങ്ങോട്ട് ചെല്ലും തോറും ഹാർട്ട് മാറ്റി വെക്കേണ്ടി വരും, ഹൃദയം മാറ്റി വെക്കേണ്ടി വരും, അല്ലെങ്കിൽ സ്പേസ് മേക്കർ വെക്കണം. അപ്പോൾ സ്പേസ് മേക്കർ എന്ന് പറയുമ്പോൾ ഇൻഷുറൻസ് ഉണ്ടോയെന്ന് ചോദിച്ച അവസാനം. ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഇൻഷുറൻസ് ആക്കി വരിക 8 ലക്ഷം രൂപയാണ്. ബാക്കിയെല്ലാം ഇവിടെ സെറ്റാണ്. ഹോസ്പിറ്റൽ സ്പേസ് മേക്കർ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ 8 ലക്ഷം രൂപ വേണ്ടി വരും. അല്ലെങ്കിൽ 8 ലക്ഷം രൂപ കെട്ടിവെക്കണം, അല്ലെങ്കിൽ ഈ ഇൻസ്പെക്ടറിന് സ്പേസ് മേക്കറിന് 8 ലക്ഷം രൂപ കെട്ടിവെക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഇൻഷുറൻസിൻ്റെ പോളിസിയുടെ പേപ്പർ കാണിക്കണം. അപ്പോൾ വളരെ സീരിയസ് ആണ്. ഇയാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റണില്ല. രാത്രിയൊക്കെ നെഞ്ചുവേദന ശ്വാസം മുട്ടലും ഉണ്ട്. ഏത് സമയത്ത് എന്ത് സംഭവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് പുള്ളിയുടേത്. അപ്പോൾ ഇങ്ങനെ നാളെ ഫിക്സ് ചെയ്ത്, അതായത് കഴിഞ്ഞ മെയ് 4-ാം തീയതി നടക്കേണ്ട കേസാണത്. മെയ് 4-ാം തീയതി സ്പേസ് മേക്കർ വെക്കാൻ വേണ്ടിയുള്ളത് അവിടെ ഫിക്സ് ചെയ്ത്, ഗവൺമെൻറ് ഡോക്ടർ ഫിക്സ് ചെയ്ത്. അപ്പോൾ ഇയാൾ അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വൈകുന്നേരമായപ്പോൾ പക്ഷേ ഇതിൻ്റെ മനുഷ്യൻ 2 കാര്യങ്ങൾ ചെയ്ത്. അതായത് ഓൺലൈൻ ഉടമ്പടി കണ്ടിന്യൂ ചെയ്ത് പ്രാർത്ഥിച്ചു, കൃപാസനം തുറന്നപ്പോൾ വന്ന് തീർത്ഥാടന ഉടമ്പടി ചെയ്തു. ഇപ്പോൾ ഉടമ്പടിയിലാണ് അങ്ങേരുടെ ഹൃദയം ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ഉടമ്പടി ഇങ്ങനെ ഓരോ ഹൃദയങ്ങളെയും ജീവിതവും എല്ലാം ഇങ്ങനെ നിലനിർത്തി കൊടുക്കും. കാര്യം ഇത് നിലനിർപ്പിൻ്റെ ഒരു പ്രാർത്ഥനയാണിത്. അപ്പോൾ അദ്ദേഹത്തിന് ഗ്യാരണ്ടി ഉണ്ട്. അപ്പോൾ ആ ഗ്യാരണ്ടിക്ക് പറ്റുന്ന രീതിയിലുള്ള ഭയങ്കര അങ്ങേർക്ക് ഭയങ്കര ഈ വിശ്വാസമാണ്. അമ്മയുടെ കപ്പാസിറ്റിയിൽ, മധ്യസ്ഥ കപ്പാസിറ്റിയിൽ വല്ലാത്ത വിശ്വാസമുള്ളൊരു മനുഷ്യനാണ്. അത് നിങ്ങളങ്ങനെ ഒന്ന് ട്രെയിൻ ചെയ്തെടുക്കണം, നല്ലതായിരിക്കും കേട്ടോ. ആൾക്കാർക്കൊക്കെ പറ്റണത് ഈ വിശ്വാസത്തിൽ ഒക്കുക. ഒത്തില്ലേ എന്ത് ചെയ്യും? നമുക്ക് വല്ല കുഴപ്പമുണ്ടോ? നമ്മുടെ നമ്മുടെ കയ്യിരിപ്പ് കൊണ്ടാണോ ദൈവം ഇടപെടാത്തത്? ഇങ്ങനെ പണ്ടത്തെ പാപങ്ങളൊക്കെ ചിന്തിച്ച് പിശാച് നിങ്ങളെ ഒരു പരുവത്തിലാക്കി, ഒരു വഴിയിലാക്കിയിട്ടുണ്ട് നിങ്ങളെ. ഇതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ദൈവത്തിരുസന്നിധി വരുമ്പോൾ നിങ്ങളൊക്കെ ചിന്തിക്കണത് പണ്ട് ജീവിച്ചിരുന്ന കാലത്ത് എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കായിട്ട് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ദൈവം കേൾക്കാത്തത്. ഈ പേജ് അങ്ങോട്ട് പറിച്ചു കയറി കളഞ്ഞേക്കണം പുസ്തകത്തിൽ തന്നെ. ഈ പേജ് കിടക്കണമെന്ന് കാരണം ഈ പുസ്തകം മൊത്തം തെറ്റാണെന്നുള്ള ഒരു ധാരണ വരും. പണ്ട് എനിക്കുണ്ടാകുന്ന ഒരു പരിപാടിയാണ്. ഞാൻ ഈ കുനുകുന ഓവർ റൈറ്റിങ് എഴുതി വരുമ്പോൾ ആ പേജ് മോശമാണെങ്കിൽ ഞാൻ വലിച്ചേരിക്ക് ദൂരക്കളയും. എന്തിനാണ് അതിൻ്റെ അകത്ത് നമ്മൾ തുറക്കുമ്പോൾ ഈ തെറ്റ് കണ്ടുകൊണ്ടിരിക്കും. വേണ്ട ആവശ്യമില്ല, കീറിക്കളഞ്ഞേക്കണം. ഇതുപോലെ ദൈവത്തെക്കുറിച്ച് നിങ്ങൾക്ക് തെറ്റായ ധാരണ ഉണ്ടെങ്കിൽ ആ പേജ് കീറിക്കളയുന്നതാണ് നല്ലത്. കാര്യം എൻ്റെ പാപങ്ങൾ, എൻ്റെ പൂർവികരുടെ പാപങ്ങൾ, ആനകൂന എന്തെല്ലാം മനുഷ്യനെ മൂക്കുകൊണ്ട് എന്തെല്ലാം ആവരപ്പിച്ചിട്ടുണ്ട്. എന്താ കാര്യം? ഇങ്ങനെ പൂർവികരുടെ പാപങ്ങളും അല്ലാത്ത പാപങ്ങളും കുറേ ദോഷങ്ങളൊക്കെ പറഞ്ഞ് മനുഷ്യനെ പിരികേറ്റി
അവനെ ഭ്രാന്ത് പിടിപ്പിച്ച് 2 ചെമ്പരത്തിപ്പൂവും വെച്ചുകൊണ്ടാണ് ചില ധ്യാനകേന്ദ്രങ്ങൾ ആൾക്കാരെ പുറത്തിറക്കണത്. പാപം പറഞ്ഞ് ചെമ്പരത്തിപ്പൂ തലയെ വെച്ചിട്ട് നടത്തുന്നുണ്ട്. പറയും ഇവിടെ ഒരു വെച്ചാൽ അപ്പം ധ്യാനം വേറെ ഒരു കുഴപ്പം ഇവനില്ല, അവൻ ധ്യാനം കൂടിയ പ്രശ്നം മാത്രമേ ഉള്ളെന്ന് പറയും. എന്താ കാര്യം? പാവബോധം അടിച്ച് തലയെ കയറ്റിയിട്ടിടല്ല. ഇവരൊരു പരുവായിരിക്കുകയും ആവശ്യമില്ലാത്ത ഒരു പാവബോധം തലയെ കയറ്റരുത്. നിങ്ങളുടെ കയ്യിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ ചിലപ്പോൾ കയ്യിരിപ്പ് കൊണ്ട് തന്നെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് കേൾക്കാനും നോക്കാനും പറയാനും അന്വേഷിക്കാനും നിങ്ങളെ വീണ്ടെടുക്കാനും നിൻ്റെ യേശു ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. അമ്മയോട് മലക്ക പറഞ്ഞത് എന്താണ്? അവൻ തൻ്റെ ജനങ്ങളെ അവരുടെ പാപങ്ങളിൽ നിന്ന് എന്താണ് വെട്ടിക്കുരുവെന്നാ അല്ല, മോചിപ്പിക്കുമെന്നാണ്. ഇത് വെരി സിമ്പിളല്ലേ? എന്തിനാ ആൾക്കാരെ പഠിപ്പിക്കണേ? എന്തെന്നാ മംഗള വാർത്ത, സന്തോഷ വാർത്ത എന്താണ് മാതാവിനോട് പറഞ്ഞത്? അവൻ തൻ്റെ ജനങ്ങളെ എന്ന് വെച്ചാൽ തന്നെ വിശ്വസിക്കുന്നവർ ആരായാം, അത് ക്രിസ്ത്യാനിയാകാം അല്ലാതായിരിക്കാം. യേശു ക്രിസ്തു വിശ്വസിക്കുന്ന വ്യക്തി അവൻ്റെ തന്നെ ജനങ്ങളെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കുക. കർത്താവ് എന്താ പറഞ്ഞ? സന്തോഷത്തോടെ ഇരിക്കുക. പിന്നെന്താണ്? 1 Corinthians 5:16 വചനമില്ലേ? സന്തോഷത്തോടെ ഇരിക്കുക. പിന്നെന്താണ്? ഇടതവില്ലാതെ പ്രാർത്ഥിക്കുക. ഇതാണ് എല്ലാ കാര്യങ്ങൾക്കും നന്ദി പ്രകാശിപ്പിക്കാൻ. ജപ്തി നടപടി കൊണ്ടുവന്ന് വാതിൽപ്പുറത്ത് ഒട്ടിച്ചാലും പരിശുദ്ധ വചനം എന്ത് പറയും? നന്ദി പ്രകാശിപ്പിക്കാൻ പറയും. ഈ കുറച്ച് പോയിന്റ് ജപ്തിയാണെന്ന് പറഞ്ഞോണ്ടേ വില്ലേജ് ഓഫീസർ കൊണ്ടുവന്ന് കഥകെ നമ്മുടെ ഡേറ്റ് ഇട്ട് ഫിക്സ് ചെയ്താലും നീ എന്താ പറയണം? ചെണ്ടക്കൊട്ടി വരുമെന്ന് പറഞ്ഞാലും നീ എന്താ പറയണം? നന്ദി പ്രകാശിപ്പിക്കാൻ പറയും. എന്താ കാര്യം? ഇവന്മാർ ആരെയും കണ്ടുകൊണ്ടല്ല നിന്നെ സൃഷ്ടിച്ചിരിക്കണം. നിങ്ങൾ ഭൂമിയിൽ ആരും പിതാവെന്ന് വിളിക്കരുത്. ഐ ആം യുവർ ഫാദർ, ദ എവർലാസ്റ്റിംഗ് ഫാദർ. കൈയടിച്ച് പരിശുദ്ധപരമദിവികാരുണ്യത്തിന്. അതായത് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം, ദൈവം ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്ര പൊട്ടത്തരങ്ങൾ കാണിച്ചാലും ശരി, കർത്താവ് പതുക്കെ ഈ ആട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു പോകുമല്ലോ അല്ലേ? അപ്പോൾ ഇടയൻ ആ വലിയ വടി കൊണ്ട് ഇതിനെ തടുത്ത് അതിനെ വഴിക്ക് കൊണ്ടുവരൂ. ഇതൊരു വഴി നടത്തലാണ്. ഇതുപോലെ ഈ മൈക്കൽ ജോൺ എന്ന് പറഞ്ഞ മനുഷ്യനില്ലേ, അദ്ദേഹത്തിന് നാളെ സ്പേസമൊക്കെ വെക്കുകയാണ്. അതായത് ഈ മാസം മെയ് 5-ാം തീയതി. അപ്പോൾ മെയ് 4-ാം തീയതി വൈകുന്നേരം അദ്ദേഹം ഒരു ചെക്കപ്പ് നടത്തണം. അതിൻ്റെ റിപ്പോർട്ട് രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുചെല്ലണം. ആ റിപ്പോർട്ട് അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ECG അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ അതിൻ്റെ ബ്ലഡ് ഷുഗർ അങ്ങനെ കുറേ കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തെ നാട്ടിൽ എപ്പോഴും ടെസ്റ്റ് ചെയ്യുന്ന ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ എന്താ സംഭവിച്ചാൽ, അദ്ദേഹം മുറിയിലോട്ട് കയറുമ്പോൾ അദ്ദേഹം മൊബൈൽ ഓഫ് ചെയ്ത് അവിടെ ചെന്ന് ഡോക്ടറോട് സംസാരിക്കുന്ന സമയത്ത് ഇത് അടിക്കരുതല്ല, അതുകൊണ്ട് മാന്യതയ്ക്ക് അദ്ദേഹം ഓഫ് ചെയ്ത് അകത്ത് കയറിയപ്പോഴാണ്, പാർലറിൽ കയറിയപ്പോഴാണ് അവിടുത്തെ ഒരു സാധാരണ വെയിറ്റർ, ഒരു കസ്റ്റോഡിയനുണ്ട്, അദ്ദേഹം വന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യട്ടോ, ഡോക്ടർ ഇത്തിരി താമസിക്കുമെന്ന് പറഞ്ഞു. ഡോക്ടർ ഇത്തിരി താമസിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ട് ഡോക്ടർ അവിടെ നിന്ന് ഓൺ ദി വെയിലാണ്, ഇത്തിരി താമസിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അവിടെ വെയിറ്റ് ചെയ്യും. അദ്ദേഹത്തിന് ടെസ്റ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ, ഒരു അരമണിക്കൂർ എടുക്കും. ആ ടെസ്റ്റ് ചെയ്യണ സമയം, അതായത് ഡോക്ടർ വരുന്ന സമയം, ഈ ഡോക്ടറിൻ്റെ സമയം താമസിപ്പിക്കുന്നത് ആരാണ്? അമ്മയാണ്. പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാകും. ഇദ്ദേഹത്തിന് അവിടെ കൊണ്ടുവന്ന് മൊബൈൽ ഓഫ് ചെയ്യിച്ചതും അമ്മയാണ്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നിസ്സാരമായിട്ട് ചെറുതായിട്ട് ഒന്നും സംഭവിക്കണില്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഒരു നാണയത്തുട്ടിന് 2 കുരുകൾ വിൽക്കപ്പെടുന്നില്ലേ, അതിലൊന്നു പോലും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അറിയാതെ താഴെ വീഴുന്നില്ല. ലൂക്ക 12:6 5 കുരുവികൾ 2 നാണയത്തുട്ടിന് വിൽക്കപ്പെടുന്നില്ലേ, അവയിലൊന്നു പോലും ദൈവസന്നിധിയിൽ വിസ്മരിക്കുന്നില്ല. നിങ്ങളുടെ തലമുടി പോലും എണ്ണപ്പെട്ടിരിക്കുന്നു, ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിലയേറിയവരാണല്ലോ. അപ്പം നിസ്സാര കാര്യങ്ങൾ പോലും നിരീക്ഷണത്തിലാണ്. വിശ്വാസി, നിൻ്റെ അവകാശം എന്താണെന്ന് അറിയാവോ? 1 പത്രോസിൻ്റെ 3:9 പറയും, അനുഗ്രഹം ഒന്ന് പറഞ്ഞ്, അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. നിസ്സാര കാര്യങ്ങൾ പോലും നിരീക്ഷണത്തിലാണ്. യു ഗോട്ട് ദ പോയിന്റ്. മൈക്കൽ ജോണിൻ്റെ സാക്ഷ്യം എന്താണ്?
അദ്ദേഹം ഡോക്ടറിനെ കാണാൻ വേണ്ടി അകത്തോട്ട് കടന്നു. മൊബൈൽ ഓഫ് ചെയ്തു. ആര് പറഞ്ഞിട്ട്? അമ്മ പറഞ്ഞിട്ട്. ഡോക്ടർ വഴി താമസിച്ചു. ആര് പറഞ്ഞിട്ട്? അമ്മ പറഞ്ഞിട്ട്. എല്ലാം നിരീക്ഷണത്തിലാണ്. ഡോക്ടർ നിരീക്ഷണത്തിലാണ്, രോഗി നിരീക്ഷണത്തിലാണ്. അങ്ങനെ ഓഫ് ചെയ്യപ്പെട്ട മൊബൈലുമായിട്ട് ഇദ്ദേഹം ഡോക്ടറിന് പാർലിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ മൊബൈൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓണാകും. ഈ മൊബൈൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓണാകും. അദ്ദേഹം തന്നെ ഞെട്ടും. ഇത് ഞാൻ ഓഫ് ചെയ്തതാണല്ലോ, ഉറപ്പുവരുത്തിയതാണല്ലോ. പക്ഷെ ഓണായി കഴിയുമ്പോഴേ ഈ മൊബൈൽ 2 കാര്യങ്ങൾ സംഭവിക്കും. പെട്ടെന്ന് കൃപാസനത്തിൽ ലിങ്ക് വരും. വണക്കമാസം നടക്കുന്ന ലിങ്ക് വരും. വണക്കം നടത്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത്. വണക്കത്തിൽ ലിങ്ക് വരുമ്പോൾ പുള്ളിക്കാരൻ അവിടെ ഇരുന്ന് 1.25 മണിക്കൂർ ഈ പ്രാർത്ഥന മുഴുവനും ചങ്ക് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അമ്മേ, എൻ്റെ ലാസ്റ്റായിട്ടുള്ള ഒരു സമയമാണിത്. എന്നിട്ട് അയാൾ അമ്മയോട് പറയുന്നുണ്ട്, അമ്മ ഇടപെടണം. അമ്മയെ ആശ്രയിച്ചാണ് ജീവിക്കണത്, വേറെ ആരെയും ആശ്രയിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെ കുറേ അദ്ദേഹത്തിൻ്റെ സാക്ഷ്യത്തിൽ അദ്ദേഹത്തിൻ്റെ വർത്തമാനങ്ങളുണ്ട്. ദൈവത്തോടുള്ള ഭയങ്കര പച്ച വർത്തമാനങ്ങളാണ് ചെയ്യണത്. നമ്മുടെയൊക്കെ എല്ലാം ഇങ്ങനെ ഈ ഉണക്ക മുന്തിരിങ്ങയൊക്കെ നമ്മൾ ഫ്രീസറിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പാകപ്പെടുത്തിയ സാധനമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പാകപ്പെടുത്താത്ത പ്രാർത്ഥനയാണ് പച്ചപ്രാർത്ഥന എന്ന് പറയുന്നത്. ഈ മനുഷ്യൻ്റെ എല്ലാ പ്രാർത്ഥനകളും ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഇതൊരു പച്ച ചുവക്കുന്നുണ്ട്. എല്ലാത്തിനും ഒരു ഫ്രഷ്നെസ് ഉണ്ട്, ഒരു ഫ്രഷ്നെസ്. അതായത് ദൈവം ഈ ഇതുപോലെ നമ്മൾക്ക് വാട്ട് വി ഫീൽ ആസ് ഇറ്റ് ഈസ് വി പ്രസൻറ്റ്, അതിനാണ് പച്ചപ്രാർത്ഥന എന്ന് പറയുന്നത്. എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഫീൽ ചെയ്യണത്, ശരീരത്തിലോ മനസ്സിലോ ആത്മാവിലോ എന്ത് ഫീൽ ചെയ്യുന്നു അത് അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം അമ്മയോട് അല്ലെങ്കിൽ അപ്പനോട് പറയണ പോലെ, അവരോട് പോലും നമ്മൾ എഡിറ്റ് ചെയ്താൽ പറയണത്. ദൈവത്തോട് നമ്മൾ എഡിറ്റ് ചെയ്തൊന്നും പറയത്തില്ല. വിശ്വാസിയുടെ സംഭവം എഡിറ്റ് ചെയ്ത് പറയത്തില്ല. പറയണത് എന്താണ് സംഭവിക്കണതോ വാട്ട് വി ഫീൽ വി പ്രസൻറ്റ് ആസ് ഇറ്റ് ഈസ്, അതുപോലെ അങ്ങോട്ട് പറയും. ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ ഒരു സ്റ്റൈല്. നിങ്ങൾക്കും ഞാനും പണ്ട് നോക്കിയിട്ടുള്ള പ്രാർത്ഥനയാണത്. അതായത് എന്ത് ഫീൽ ചെയ്യുന്നു അതുപോലെ അങ്ങോട്ട് പറയണം. അപ്പോഴത് ഇൻറ്റിമസിയുടെ ഒരു എക്സ്പ്രഷനാണ്. നമുക്ക് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഒരു ബഹിസ്ഫുരണമായിട്ടാണ് ഇത് വരുന്നത്. അപ്പം അതുകൊണ്ടാണ് ഈ മനുഷ്യൻ അങ്ങനെ പറഞ്ഞത്, അമ്മേ ഉള്ളൂ കേട്ടാ, ഇത് ലാസ്റ്റ് അമ്മ ഇടപെടാൻ പറ്റത്തില്ല, ഞാനില്ല പിന്നെ ആരോട് പറയാനാ. ഇതാണ് സ്റ്റൈല്. ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ ദൈവം കേൾക്കാതിരിക്കുമോ? അതാണ് പ്രശ്നം. അതോടുകൂടി ഈ ഇദ്ദേഹം ഇരുന്നുകൊണ്ട് ഈ 1.25 മണിക്കൂർ എടുത്ത ഡോക്ടർ വരാൻ. 1.25 മണിക്കൂർ ഡോക്ടർ വരികയും വണക്കമാസം തീരുകയും ചെയ്ത ആശീർവാദം. അതാണ് ടൈമിങ് ഭയങ്കര പക്ക ടൈമിങ്ങാണ്. അതിനുശേഷം ഇദ്ദേഹം ഡോക്ടറിനെ കണ്ടിട്ട് നാളെ രാവിലെ പോകും. രാവിലെ സ്പെസിമെൻ വെക്കാൻ വേണ്ടി ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ എന്നാ സംഭവിക്കണത്, ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇയാളുടെ പമ്പിങ് ലെവല് ഒരാൾക്ക് 50 ഒക്കെ മതി നോർമലായിട്ട്, പക്ഷേ ഇത് 70 മാറും. പ്രൈസ് ദി ലോർഡ്. അതായത് ആദ്യമാണ് 6 കൊല്ലത്തിന് ആദ്യമാണ് സ്പേസ് മേക്കർ വെക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. ആ സമയത്ത് ഈ മനുഷ്യൻ്റെ പമ്പിങ് ലെവൽ മാതാവ് കൂട്ടും. 40 എന്നുള്ള സംഭവമാണ്. എത്ര വർഷമായി 40 കിടന്ന് മനുഷ്യൻ പേടിക്കണത്. അവസാന നിമിഷം ഇതിനെ 60 മാറ്റും. ഇപ്പോഴേ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് പോകുമ്പോഴേ എന്തൊരു എനർജറ്റിക്കാണ് ആ മനുഷ്യനടുത്ത് പറയണത്. അതായത് ഒന്നും അവസാനിച്ചിട്ടില്ല എന്ന് നമ്മളോട് പറയുന്ന ഒരു ജീവൻ്റെ പുസ്തകമാണ് ബൈബിള്. ഒരു ഫയലും ക്ലോസ് ചെയ്യാനായിട്ടില്ല. അത് മുഴുവനും ഇങ്ങനെ പതിച്ച് നൽകിയിരിക്കുന്ന പ്രാർത്ഥനയാണ് ഉടമ്പടി പ്രാർത്ഥന എന്ന് പറയുന്നത്. കാര്യം ബൈബിളിനെ പണ്ട് വിളിച്ചുകൊണ്ടിരുന്ന പേര് ഉടമ്പടി പുസ്തകം എന്നാണ്. ഇപ്പോൾ ഉടമ്പടി പുസ്തകം എന്ന് വിളിക്കുന്നത് കൃപാസനത്തിൽ നൽകുന്ന പുസ്തകത്തെയാണ്, അല്ലേ? പണ്ട് ബൈബിളിനെ വിളിച്ചിരുന്ന പേര് ഉടമ്പടി ഗ്രന്ഥമെന്നാണ് വിളിച്ചിരുന്നത്. എന്ന് വെച്ചാൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഉടമ്പടിയിൽ വന്നിട്ടുള്ള ചില പോരായ്മകളെ പരിഹരിച്ചുകൊണ്ടാണ് ദൈവം മരിയൻ ഉടമ്പടി തന്നിരിക്കുന്നത്. കാര്യം എബ്രാഹത്തിൻ്റെ ഉടമ്പടി മധ്യസ്ഥനില്ല, അതുകൊണ്ട് ആ സമയം ലാഗ് ചെയ്ത്. മോസസിൻ്റെ ഉടമ്പടിയിൽ മധ്യസ്ഥനില്ല, അതുകൊണ്ട് അത് 40 വർഷം എടുത്തു. മരിയൻ ഉടമ്പടി എന്ന് പറയുന്നത് ഷിഫ്റ്റാണ്, പെട്ടെന്നാണ് വിഷയങ്ങൾ തീരുമാനം വരണത്. അതിന് സമയമെടുക്കാത്തതിൻ്റെ കാരണം എൻ്റെ സമയം ഇനിയും സമാഗതമായില്ലല്ലോ എന്ന് യേശു പറയണില്ലേ. അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഇല്ലായ്മയും വല്ലായ്മയും ഒക്കെ ദൈവത്തോട് പറയാൻ ദൈവം നൽകിയിരിക്കുന്ന അവധൂതികമായിട്ടുള്ള കപ്പാസിറ്റി, സീൽഡ് പേഴ്സണാണ്
ആര്? മറിയാം. ഒരടുക്കള ഉൾപ്പെടെ, അടുക്കളയിലുള്ള മനുഷ്യൻ നിലനിർത്തണത്. ഇപ്പം ജോലി ആയാലും കിട്ടിയാലും വീട് കിട്ടിയാലും വിവാഹം നടന്നാലും നമ്മളെന്താണ് ഉദ്ദേശിക്കുന്നത്? മര്യാദക്ക് ഭക്ഷണം കഴിച്ച് ജീവിച്ചു പോകണം അല്ലേ? അതിൻ്റെ അടിസ്ഥാനം എന്താണ്? അടുക്കള തന്നെയാണ്. അമ്മ നിൽക്കുന്ന അടുക്കളയിലാണ്, മർമ്മപ്രധാനമായ സ്ഥലത്താണ് നിൽക്കുന്നത്, നിന്നെ നിലനിർത്തുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. അവിടെ ഉള്ള പോരായ്മ, അത് വിവാഹത്തിൻ്റെ പോരായ്മയായാലും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ പോരായ്മയായാലും എല്ലാ പോരായ്മകളും അടിസ്ഥാന പോരായ്മയാണ്. ഈ അടിസ്ഥാന പോരായ്മയ്ക്ക് അതിൻ്റെ ഇല്ലായ്മയ്ക്ക് അതില്ല എന്ന് പറയാൻ ദൈവം ചുമതലപ്പെടുത്തിയ ഒരാളാണ് മറിയം. ദൈവം ചുമതലപ്പെടുത്തിയ ഒരാളാണ്. അതെന്താ കാര്യം വെച്ചാൽ ദൈവത്തിൻ്റെ ആ ചുമതല നമുക്ക് മനസ്സിലാകണത് മംഗളവാർത്തയിൽ നിന്നാണ് അത് മനസ്സിലാകണത്. അങ്ങനെ ദൈവചുമതലയുള്ള ഒരാളാണ് ഈ നമ്മൾ ഈശോയും തമ്മിലുള്ള ഉടമ്പടിയുടെ മധ്യസ്ഥയായിട്ട് നിൽക്കണത്. അതുകൊണ്ടാണ് ശരിക്കും വിശ്വസിച്ച് ചെയ്യുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഉടമ്പടി ഉഴപ്പാതെ ചെയ്യുന്ന ആൾക്കാർക്ക് കൃത്യം ആ ടൈമിന് തന്നെ മറുപടി